പേഷ്യൻറ്റിൻ്റെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഗ്രേപ്സിൽ വളരെ വണ്ടർഫുൾ ആയിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അത് ഒ പി സെപ്പറേറ്റ് ആയിട്ടോ ഐ പി സെപ്പറേറ്റ് ആയിട്ടോ ഫീഡ്ബാക്ക് എടുക്കാനുള്ള സംവിധാനമുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ടോ കേസ് വൈസായിട്ടോ ഫീഡ്ബാക്ക് എടുക്കാനുള്ള സംവിധാനമുണ്ട്. അത് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്യാവുന്ന രീതിയിലാണ്. ഡിഫാൾട്ട് കുറച്ച് സെറ്റിങ്സ് അവിടെ ഉണ്ടാവും. എന്നാൽ ഓരോ ഹോസ്പിറ്റലിലെയും സർവീസും സ്പെഷ്യാലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്യാവുന്ന രീതിയിൽ കോൺഫിഗറബിൾ ഫീഡ്ബാക്ക് എഞ്ചിനാണ് ഗ്രേപ്സിൽ നിന്ന് തന്നിട്ടുള്ള NPR റേറ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനമാണ്. വളരെ ടോപ്പായിട്ട് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫീഡ്ബാക്ക് എഞ്ചിനാണ് ഗ്രേപ്സിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ് 7A. ദ ഓർഗനൈസേഷൻ ഹാസ് എ മെക്കാനിസം ടു ക്യാപ്ചർ ഫീഡ്ബാക്ക് ഫ്രം പേഷ്യൻസ് വിച്ച് ഇൻക്ലൂഡ്സ് പേഷ്യൻറ്റ് സാറ്റിസ്ഫാക്ഷൻ. സോ ഇത് നമുക്ക് അങ്ങനെ ഒരു എഞ്ചിൻ ആൾറെഡി ഉണ്ട്. അത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കണം. അതിന് സെഗ്രിഗേഷൻ ഇതിൽ പറയുന്ന ഇൻ്റർപ്രിട്ടേഷനിൽ പറയുന്ന ഔട്ട് പേഷ്യൻ്റ് ഇൻപേഷ്യൻ്റ് സെഗ്രിഗേഷൻ ഉണ്ടാവണമെന്നാണ്. നമുക്ക് അങ്ങനെ ഉണ്ട്. അതിൽ കൂടുതലും ഉണ്ട്. ലാബിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എടുക്കാനായിട്ട്, ഫാർമസിയുടെ സാറ്റിസ്ഫാക്ഷൻ എടുക്കാനായിട്ട്, സർജറിയുടെ സാറ്റിസ്ഫാക്ഷൻ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എടുക്കാനായിട്ട്, അങ്ങനെ നമുക്ക് വളരെ വിശാലമായി കോൺഫിഗറബിളായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഫീഡ്ബാക്ക് എഞ്ചിനാണുള്ളത്. സോ PRE പേഷ്യൻ്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ 7ാമത്തെ സ്റ്റാൻഡേർഡ് ആദ്യത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ്. ദ ഓർഗനൈസേഷൻ ഹാസ് എ മെക്കാനിസം ടു ക്യാപ്ചർ feedback from patients which includes patient satisfaction.